മഹാരാജ ബിസിനസ് സ്കൂളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാ ആൾക്കാർക്കും സ്വാഗതം. നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് കൺസിഡറേഷൻ എന്ന ടോപ്പിക്കാണ്. സെക്ഷൻ 2D പ്രകാരം പ്രോമിസറുടെ ഇഷ്ടപ്രകാരം പ്രോമിസിയോ മറ്റേതെങ്കിലും വ്യക്തിയോ ചെയ്തതോ ചെയ്യാതിരുന്നതോ ചെയ്യുന്നതോ ചെയ്യാതിരിക്കുന്നതോ ചെയ്യാമെന്ന് പറയുന്നതോ ചെയ്യത്തില്ലാമെന്ന് പറയുന്നതോ ഏതെങ്കിലും പ്രവർത്തനങ്ങളെയോ നിഷേധങ്ങളെയോ വാഗ്ദാനങ്ങളെയോ പറയുന്ന പേരാണ് കൺസിഡറേഷൻ എന്ന്. നമ്മൾ ഇതിനെപ്പറ്റി ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മുടെ വിഷയം അതല്ല. കൺസിഡറേഷനുമായി ബന്ധപ്പെട്ട ചില ലീഗൽ റൂളുകളാണ്. ഒന്ന്, ഇറ്റ് മസ്റ്റ് മൂവ് അറ്റ് ദ ഡിസയർ ഓഫ് ദ പ്രോമിസർ. അതായത് ആരാണോ ഓഫർ നൽകുന്നത് അയാളായിരിക്കണം കൺസിഡറേഷൻ ഡിമാൻഡ് ചെയ്യേണ്ടുന്നത് അല്ലെങ്കിൽ ചോദിക്കേണ്ടുന്നത്. ദ ഡിമാൻഡ് ഫോർ കൺസിഡറേഷൻ മസ്റ്റ് കം ഫ്രം ദ പാർട്ടീസ് ടു ദ കോൺട്രാക്ട് ആൻഡ് നോട്ട് ഫ്രം ഔട്ട്സൈഡർ ഓർ തേർഡ് പാർട്ടി. Any act or abstinence at the desire of third party is not a consideration. തേർഡ് പാർട്ടിയുടെ ഇഷ്ടപ്രകാരം കൊടുക്കുന്നതൊന്നും എന്തല്ല, കൺസിഡറേഷൻ അല്ല. അപ്പോൾ കൺസിഡറേഷൻ ചോദിക്കേണ്ടുന്ന വ്യക്തി ആരായിരിക്കണം? പ്രോമിസർ ആയിരിക്കണം. എന്നാൽ ഈ കൺസിഡറേഷൻ ചെയ്ത് തരേണ്ടുന്ന വ്യക്തി ആരാണ്? അത് പ്രോമിസി ആവാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും വ്യക്തിയാവാം. കൺസിഡറേഷൻ മേ ബി ഫർണിഷ്ഡ് ഈവൻ ബൈ എ സ്ട്രേഞ്ചർ. സ്ട്രേഞ്ചർക്ക് പോലും എന്ത് ചെയ്യാം? കൺസിഡറേഷൻ നൽകാം. അണ്ടർ ഇന്ത്യൻ ലോ സ്ട്രേഞ്ചർ മീൻസ് എ പേഴ്സൺ അതർ ദാൻ ദ പ്രോമിസി. പ്രോമിസി അല്ലാതുള്ളൊരു വ്യക്തിയാണ് നമ്മൾ സ്ട്രേഞ്ചർ അഥവാ തേർഡ് പാർട്ടി എന്ന് പറയുന്നത്. കൺസിഡറേഷൻ ക്യാൻ ബി ഫ്രം എനി ഡയറക്ഷൻ. ഈവൻ എ സ്ട്രേഞ്ചർ ടു കോൺട്രാക്ട് ക്യാൻ ഓഫർ കൺസിഡറേഷൻ. സ്ട്രേഞ്ചർക്ക് പോലും എന്ത് ചെയ്യാം? കൺസിഡറേഷനുകൾ ഓഫർ ചെയ്യാം. ദിസ് ഈസ് ആൾസോ കാൾഡ് ദ ഡോക്ട്രിൻ ഓഫ് കൺസ്ട്രക്റ്റീവ് നോട്ടീസ് വിച്ച് സജസ്റ്റ് ദാറ്റ് ലോങ് ആസ് ദർ ഈസ് കൺസിഡറേഷൻ ഫോർ പ്രോമിസ് ഇറ്റ് ഈസ് ഇമ്മീറ്റീരിയൽ ഹൂ ഫർണിഷ്ഡ് ഇറ്റ്. അതായത് സ്ട്രേഞ്ചർ ടു കൺസിഡറേഷനിൽ നമുക്ക് എന്ത് എന്ന് പറയാം? ഡോക്ട്രിൻ ഓഫ് കൺസ്ട്രക്റ്റീവ് നോട്ടീസ് എന്ന് പറയാം. അണ്ടർ ഇംഗ്ലീഷ് ലോ കൺസിഡറേഷൻ മസ്റ്റ് മൂവ് ഫ്രം ദ പ്രോമിസി ആൻഡ് നോ വൺ എൽസ്. എന്നാൽ ഇംഗ്ലീഷ് ലോ പ്രകാരം തേർഡ് പാർട്ടിക്ക് കൺസിഡറേഷൻ കൊടുക്കാനെ കൊണ്ട് പറ്റത്തില്ല. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, കൺസിഡറേഷൻ ചെയ്ത് താ എന്ന് പറയാനുള്ള അവകാശം പ്രോമിസർക്കാണ്. എന്നാൽ ആ കൺസിഡറേഷൻ ചെയ്ത് കൊടുക്കാനെ കൊണ്ടുള്ള അവകാശം പ്രോമിസിക്കോ മറ്റേതെങ്കിലും വ്യക്തിക്കോ ഉണ്ട്. It may be an act, abstinence or forbearance or return of promise. It can be a positive or negative act. Doing act in the positive form. അപ്പം എന്തെങ്കിലും ഒരു പ്രവർത്തനമോ നിഷേധങ്ങളോ അല്ലെങ്കിൽ പകരമായിട്ട് നമ്മളൊരു പ്രോമിസ് നൽകുന്നതോ ഒക്കെ ആണ് എന്താ മക്കളെ കൺസിഡറേഷനായി കണക്കാക്കുക. എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്യാമെന്ന് പറയുകയാണെങ്കിൽ അത് പോസിറ്റീവ് ആക്റ്റും, ചെയ്യത്തില്ല എന്ന് പറയുകയാണെങ്കിൽ അതിനെ എന്തെന്ന് പറയും? നെഗറ്റീവ് ആക്റ്റും എന്ന് പറയും. അതുകൊണ്ടാണ് ഡെഫിനിഷനകത്ത് ടു ഡു അത് പോസിറ്റീവാണ്. ഓർ അബ്സ്റ്റെയിൻ ഫ്രം ഡൂയിങ് ചെയ്യത്തില്ല എന്ന് പറയുന്നത് എന്താണ്? നെഗറ്റീവുമാണ്. ഇറ്റ് മേ ബി പാസ്റ്റ്, പ്രസൻറ്റ് ഓർ ഫ്യൂച്ചർ. ഇതെന്താവാം? പാസ്റ്റ് ആവാം, പ്രസൻറ്റ് ആവാം, ഫ്യൂച്ചർ ആവാം. കൺസിഡറേഷൻ പാസ്റ്റ് ആവാം, പ്രസൻറ്റ് ആവാം, ഫ്യൂച്ചർ ആവാം. പാസ്റ്റ് കൺസിഡറേഷൻ എന്താണെന്ന് നോക്കാം. When the consideration by the party for a present promise was given in the past before the date of the promise, it is a past consideration. It means that person has already done something for another for which the promise is being given by other party. എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല. അതായത് പ്രോമിസി ഇന്ന കാര്യങ്ങൾ ചെയ്യൂ എന്ന് പറയുന്നതിന് മുമ്പേ പ്രോമിസർ ഇന്ന കാര്യങ്ങൾ ചെയ്യൂ എന്ന് പറയുന്നതിന് മുമ്പേ പ്രോമിസ് ആ കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവാം. ഒരു ഉദാഹരണം ശ്രദ്ധിക്കുക. ചില പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവരെന്ത് ചെയ്യും? ഹോംവർക്കുകളൊക്കെ അന്നു തന്നെ ചെയ്യും. പിറ്റേന്നത്തേക്കുള്ള ടോപ്പിക്കൊക്കെ എന്ത് ചെയ്യാം? വായിച്ചുകൊണ്ട് പോയേക്കാം. അപ്പോൾ സപ്പോസ് ഒരു ക്ലാസ്സിൽ ചെന്നിട്ട് ടീച്ചർ പറയുകയാണ്, ഇന്നലെ പഠിപ്പിച്ച സാധനങ്ങൾ ഇന്ന് ഹോംവർക്കായിട്ട് കൊണ്ടുവരണം എന്ന് പറയുകയാണെങ്കിൽ സ്വാഭാവികമായി ഓൾറെഡി ചെയ്ത് വെച്ചേക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വിഷയമുള്ള കേസല്ല. അങ്ങനെയാണെങ്കിൽ അതിനെ പറഞ്ഞ പേരാണ് എന്താ? പാസ്റ്റ് കൺസിഡറേഷൻ. അത് when the consideration is given simultaneously at the time of promise or contract, it is called present consideration. ഇത് ചില വിദ്വാന്മാരുണ്ട്. ടീച്ചർ പറഞ്ഞു, അതായത് നാളെ ഹോംവർക്ക് ചെയ്ത് ഇന്നലെ പഠിപ്പിച്ച സാധനം നാളെ ഹോംവർക്ക് ചെയ്തുകൊണ്ട് വരണേ എന്ന് ഇന്ന് പറഞ്ഞു. അപ്പോൾ പിള്ളേർ എന്ത് ചെയ്യും? ഇൻ്റർവെല്ലിനൊക്കെ ഇരുന്ന് പരിപാടി അങ്ങ് ചെയ്യും. ഓക്കെ. അല്ലെങ്കിൽ ടീച്ചർ പറയുന്ന ആ സമയത്ത് തന്നെ ആ സാധനങ്ങൾ എന്ത് ചെയ്യും? ചെയ്ത് വെക്കുന്ന ചില കുട്ടികളുണ്ട്. അതിനെ പറഞ്ഞ പേരാണ് പ്രസൻറ്റ് കൺസിഡറേഷൻ. ഫ്യൂച്ചർ കൺസിഡറേഷൻ ഉണ്ട്. അത് സ്വാഭാവികമായും നമ്മുടെ കൂട്ടുള്ള എല്ലാ വിദ്യാർത്ഥികളും ചെയ്ത പരിപാടിയാണ്. എന്താണ്? ടീച്ചർ എന്തെങ്കിലും കാര്യങ്ങൾ പറയും, ചെയ്തുകൊണ്ട് വരണമെന്ന് പറയും. നമ്മൾ നാളെ ആയാലും മറ്റന്നാളായാലും എന്ത് ചെയ്യത്തില്ല. ഭാവിയിൽ എപ്പോഴെങ്കിലും ആയിരിക്കും ചെയ്യാം. When the consideration from one party to another is to pass subsequently in future, ഭാവിയിൽ എപ്പോഴെങ്കിലുമാണ് ഈ കൺസിഡറേഷൻ പോകുന്നതെങ്കിൽ it is called future consideration. കൺസിഡറേഷൻ മസ്റ്റ് ബി സം വാല്യൂ ബട്ട് ഇറ്റ് ഈസ് നീഡ് നോട്ട് ബി ആഡ്യൂക്കേറ്റ്. കൺസിഡറേഷൻ എന്ന് പറയുന്നതിന് എന്തെങ്കിലും മൂല്യമുണ്ടാകണം, പക്ഷെ അത് കൃത്യമാകണമെന്നില്ല, ആഡ്യൂക്കേറ്റ് ആകണമെന്നില്ല. അതായത് 1,00,000 രൂപയുടെ ഒരു സാധനത്തിന് 10 രൂപ കൺസിഡറേഷൻ കൊടുത്താലും അത് വാല്യൂഡ് ആയിട്ടുള്ള കൺസിഡറേഷൻ തന്നെയാണ്.
Consideration must have some value, it means a good value, real and not illusory. അതായത് അവിടെ എന്തായിരിക്കും, ഒരു മൂല്യമുള്ളതായിരിക്കണം, അതൊരിക്കലും ഇല്യൂഷറി ആവാൻ പാടില്ല. ഓക്കെ, ഇല്യൂഷറി എന്ന് വെച്ചാൽ ഒരാളുടെ മാനസിക സന്തോഷമാണ് കൺസിഡറേഷനായിട്ട് കിട്ടുന്നതെന്നൊക്കെ പറയുവാണെങ്കിൽ അതൊന്നും ഒരിക്കലും ഒരു കൺസിഡറേഷനായിട്ട് എന്ത് ചെയ്യത്തില്ല, കൺസിഡർ ചെയ്യാറേ ഇല്ല. Consideration must be something for something, but it need not necessarily be equal to the value in return. Inadequacy of consideration does not make the contract invalid provided the free consent. അതായത് കൺസിഡറേഷൻ ഇന്നാഡിക്കേറ്റ് ആണ് എന്ന് പറയുന്നത് ആ കരാറുകൾ ലംഘിക്കപ്പെടാനെ കൊണ്ടുള്ള അല്ലെങ്കിൽ കരാറുകൾ തെറ്റാണെന്ന് പറയാനുള്ളൊരു ഫാക്റ്റ് അല്ല. പക്ഷെ അവിടെ ഫ്രീ കൺസെൻറ്റ് ഉണ്ടോ എന്ന് നോക്കണം. ഓക്കെ, അതായത് ഒരു 10,000 രൂപയുടെ സ്ഥാനത്ത് നിങ്ങൾ 10 രൂപയാണ് കൊടുത്തതെന്ന് പറയുകയാണെങ്കിൽ പോലും അതൊരു ഇൻവാലിഡ് അല്ല, അതൊരു വാലിഡ് ആണ്. പക്ഷേ അവിടെ നമ്മൾ ചെക്ക് ചെയ്യേണ്ട കാര്യം, ഈ 10 രൂപയ്ക്ക് നമ്മൾ ഈ സാധനം വാങ്ങിച്ചു എന്ന് പറയുന്നത് മക്കളെ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഇടിയുണ്ടാക്കിയോ വഴക്കുണ്ടാക്കിയോ വാങ്ങിച്ചതല്ല, സ്വമേധ നിങ്ങൾ ഫ്രീ കൺസെൻറ്റോട് കൂടി തന്നെയാണെന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യണം, പ്രൂവ് ചെയ്യേണ്ടതായിട്ട് വരും. അത് കൺസിഡറേഷൻ മസ്റ്റ് ബി ലീഗൽ. എ കോൺട്രാക്ട് വിത്തൗട്ട് കൺസിഡറേഷൻ ഈസ് വോയിഡ് അണ്ടർ സെക്ഷൻ 25. However, the consideration must be lawful. Illegal consideration has no value in the eyes of law. Every agreement of which the object or consideration is unlawful is void. അതായത് ഒരു കൺസിഡറേഷൻ്റെ ഒബ്ജക്റ്റുകൾ അൺലോഫുൾ ആണെങ്കിൽ ആ കരാറുകൾ മൊത്തം എന്തായിരിക്കും, വോയിഡ് ആയിരിക്കും. കൺസിഡറേഷൻ അല്ലെങ്കിൽ ഒബ്ജക്റ്റുകൾ അൺലോഫുൾ ആവുന്ന ഏത് കേസിലാണ്? ഒന്ന്, ഫോർബിഡൻ ബൈ ലോ, നിയമവിരുദ്ധമാണ്. ഈസ് ഓഫ് ദ നേച്ചർ ഓഫ് പെർമിറ്റഡ്, ഇറ്റ് വുഡ് ബി ഡിഫീറ്റ് ദ പ്രൊവിഷൻ ഓഫ് ലോ, നിയമത്തിൻ്റെ ഏതെങ്കിലും പ്രൊവിഷനുകൾ ലംഘിക്കപ്പെടുന്ന രീതിയിലാണ്. ഈസ് ഓഫ് ഫ്രോഡുലന്റ്, എന്താണ്, ഫ്രോഡുലന്റ് ആണ്. ഓർ ഇൻവോൾവ്സ് ഓർ ഇംപ്ലൈസ് ഇഞ്ചുറീസ് ടു ദ പേഴ്സൺ ഓർ ദ പ്രോപ്പർട്ടി ഓഫ് അനദർ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും വ്യക്തിയുടെ പ്രോപ്പർട്ടിയോ മറ്റേതെങ്കിലും ഒരു വ്യക്തിയോ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. ഇഫ് ദ കോർട്ട് റിഗാർഡ് ആസ് ഇമ്മോറൽ ഓർ ഒപ്പോസ് ടു പബ്ലിക് പോളിസി, അല്ലെങ്കിൽ കോടതി പറയുകയാണെങ്കിൽ ഈ പറയുന്ന പ്രവർത്തനങ്ങളൊക്കെ എന്താണ്, ഇമ്മോറലാണ്, പൊതുജന താല്പര്യത്തിന് എതിരാണ്, ഒപ്പോസ് ടു പബ്ലിക് പോളിസി ആണെന്ന് പറയുകയാണെങ്കിൽ ഇവിടുത്തെ എല്ലാം ഈ പറയപ്പെടുന്ന സാഹചര്യങ്ങളിലെല്ലാം കൺസിഡറേഷനും ഒബ്ജക്റ്റും എന്തായിരിക്കും, അൺലോഫുൾ ആയിരിക്കും. അത് കൺസിഡറേഷൻ മസ്റ്റ് നോട്ട് ബി സംതിങ് വിച്ച് എ പേഴ്സൺ ഈസ് ഓൾറെഡി ബൗണ്ട് ടു ഡു. For instance, performance of legal obligation is no consideration and witness cannot be demand for the consideration to give evidence. ഒന്നുമില്ല, ഒരു വ്യക്തി നിയമപരമായി ചെയ്യണമെന്നൊരു കാര്യം ചെയ്തു കൊടുക്കുന്നത് എന്തല്ല, കൺസിഡറേഷൻ അല്ല. അതായത് പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് കേസ് കൊടുക്കുകയാണെങ്കിൽ പോലീസുകാർ അത് അന്വേഷിച്ച് കൊണ്ടുതന്ന് തരുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൺസിഡറേഷൻ അല്ല, പോലീസുകാരുടെ ജോലിയാണത്. ഓക്കെ, അപ്പോൾ ഒരാൾ നിയമപരമായി ചെയ്യുന്ന സാധനങ്ങൾ ഒരിക്കലും എന്തായിട്ട് കൺസിഡർ ചെയ്യത്തില്ല, കൺസിഡറേഷനായി കണക്കാക്കത്തില്ല. നോ കൺസിഡറേഷൻ നോ കോൺട്രാക്ട്. എക്സംഷൻസ് നമ്മൾ ഓൾറെഡി പറഞ്ഞേക്കുന്നു, കൺസിഡറേഷൻ ഇല്ലാതെ കോൺട്രാക്റ്റുകളില്ല. എന്നാൽ ചില സാഹചര്യങ്ങളിൽ കൺസിഡറേഷൻ ഇല്ല എങ്കിൽ പോലും എന്തുണ്ടാവാം, കരാറുകൾ വാലിഡ് ആവാം. അതിനകത്ത് ഒന്നാമത്തെയാണ് നാച്ചുറൽ ലവ് ആൻഡ് അഫെക്ഷൻ. അപ്പോൾ ഇവിടെ ആൻ എഗ്രിമെൻറ്റ് ദോ മെയ്ഡ് വിത്തൗട്ട് കൺസിഡറേഷൻ വിൽ ബി വാലിഡ് ഇഫ് ഇറ്റ് ഈസ്, ആ എഗ്രിമെൻറ്റ് നിങ്ങളായിരിക്കണം, ഈസ് ഇൻ റൈറ്റിംഗ്, എഴുത്താറായിട്ടുള്ളതായിരിക്കണം, രജിസ്റ്റേർഡ് ആയിരിക്കണം, ആൻഡ് ഈസ് മെയ്ഡ് ഓൺ അക്കൗണ്ട് ഓഫ് നാച്ചുറൽ ലവ് ആൻഡ് അഫെക്ഷൻ ബിറ്റ്വീൻ ദ പാർട്ടീസ്, ആൾക്കാർ തമ്മിലുണ്ടായിരിക്കുന്ന നാച്ചുറൽ ലവിൻ്റെയും അഫെക്ഷൻ്റെ ഭാഗമായിട്ടായിരിക്കണം. ആൻഡ് സ്റ്റാൻഡിങ് ഇൻ എ നിയർ റിലേഷൻ ടു ഈച്ച് അതർ, ഈ വ്യക്തികൾ തമ്മിൽ എന്തായിരിക്കണം, വളരെ അടുത്ത ബന്ധമുണ്ടായിരിക്കണം. അതാണ് കോമ്പൻസേഷൻ ഫോർ സർവീസ് റെൻഡേഡ്. നോക്കൂ, an agreement made without the consideration will be valid if it a promise to compensate wholly or in part of person who has already done something for a promiser or something which the promiser was legally compellable to do. Okay, അതായത് ഇവിടെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു സാധനങ്ങൾ നമ്മൾ എന്ത് ചെയ്യുകയാണ്, നിയമപരമായി ഒരാൾ ചെയ്തു തരാൻ, നേരത്തെ പറഞ്ഞ സാധനം തന്നെ ചെയ്യാനുള്ള സാധനങ്ങൾ എന്ത് ചെയ്യുകയാണ്, അയാൾ ചെയ്തു തരികയാണെങ്കിൽ. അപ്പോൾ നോക്കാം, സർവീസ് മസ്റ്റ് ബി റെൻഡർ വോളണ്ടറി, നമ്മൾ സേവനങ്ങൾ നൽകിയിരിക്കുന്നത് എന്താണ്, സ്വമേധയാണ്. സർവീസ് മസ്റ്റ് റെൻഡേഡ് ഫോർ പ്രോമിസർ, പ്രോമിസർക്ക് വേണ്ടിയാണ് ഈ സർവീസുകൾ നൽകുന്നത്. എക്സിസ്റ്റൻസ് ഓഫ് പ്രോമിസർ വെൻ സർവീസ് ഈസ് റെൻഡേഡ്, സർവീസ് റെൻഡർ ചെയ്യുന്ന സമയത്ത് പ്രോമിസറുകൾ ഉണ്ടായിരിക്കണം. ഇൻറ്റൻഷൻ ഓഫ് പ്രോമിസർ ടു കോമ്പൻസേറ്റ്, ആ പ്രോമിസറുടെ ഇൻറ്റൻഷൻ എന്തായിരിക്കണം, അയാളെ കോമ്പൻസേറ്റ് ചെയ്യുക എന്നുള്ളതായിരിക്കണം. പ്രോമിസർ മസ്റ്റ് ബി കോമ്പിറ്റൻറ്റ് ടു കോൺടാക്ട് വെൻ സർവീസ് വാസ് റെൻഡേഡ്, ഈ പ്രോമിസർ എന്തായിരിക്കണം, കരാറിൽ ഏർപ്പെടാൻ പറ്റുന്ന വ്യക്തിയായിരിക്കണം. പ്രോമിസ് മസ്റ്റ് ബി ഗീവൻ ടു ദ പേഴ്സൺ ഹു ഹാസ് റെൻഡേഡ് ദ സർവീസ്, ആരാണ് ഈ സർവീസ് നൽകിക്കുന്ന അയാൾക്കായിരിക്കണം നമ്മൾ ഈ പ്രോമിസുകൾ എന്ത് ചെയ്യുന്നത്, നൽകേണ്ടുന്നത്. അടുത്തതായി ടൈം ബാഡ് ഡെപ്റ്റ്, ദാറ്റ്സ് ഓൾറെഡി ഡിസ്കസ്ഡ്. ടൈം ബാഡ് ഡെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ അറിയോ, നമ്മളൊരാൾക്ക് കടം ഒരാളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്, അയാൾക്ക് 3 കൊല്ലമായിട്ടും പൈസ കൊടുത്തിട്ടില്ല, അയാൾ ചോദിച്ചിട്ടുമില്ല. അങ്ങനെയാണെങ്കിൽ 3 കൊല്ലം കഴിയുമ്പോൾ അത് ടൈം ബാഡ് ഡെപ്റ്റായി മാറും. എന്ന് വെച്ചാൽ അങ്ങനെ ഒരു പൈസ കൊടുത്തിട്ടേ ഇല്ലാത്തതായി നമ്മൾ എന്ത് ചെയ്യും, കണക്കാക്കപ്പെടും. പക്ഷെ പിന്നീട് വന്നിട്ട് ഇയാൾ ഈ പൈസ എന്ത് ചെയ്യാണ്,
തരികയാണെങ്കിൽ അവിടെ കൺസിഡറേഷൻ്റെ ആവശ്യകതകളില്ല. കാരണം 3 കൊല്ലം കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ ലീഗൽ എഫക്റ്റ് ഇല്ലായിപ്പോയി. അങ്ങനെയാണെങ്കിൽ പിന്നീട് കൊണ്ട് കൊടുക്കുമ്പോൾ ആ ഒരാൾക്കേ കൺസിഡറേഷൻ കിട്ടത്തുള്ളൂ നിയമപ്രകാരം, മറ്റൊരാൾക്ക് തീയത്തില്ല, കൺസിഡറേഷൻ കിട്ടത്തില്ല. പക്ഷേ അത് വളരെ രസകരമായ സംഭവം, ദ പ്രോമിസ് മസ്റ്റ് ബി ഇൻ റൈറ്റിംഗ്. ഈ പ്രോമിസ് എന്തായിരിക്കണം? എഴുത്താരായിട്ടുള്ളതായിരിക്കണം. സാൻഡ് ബൈ ദ പ്രോമിസർ ഓർ ഹിസ് ഓജന്റ് ഓതറൈസ് ഇൻ ദാറ്റ് ബിഹാഫ്. ഈ കാര്യങ്ങൾക്ക് വേണ്ടി എന്തായിരിക്കണം? പ്രോമിസർ ഏജന്റിനെ ഏർപ്പെടുത്തുകയോ അല്ലെങ്കിൽ പ്രോമിസർ സൈൻ ചെയ്യുകയോ ചെയ്യണം. പ്രോമിസ് മേ ബി ടു പേ ദ ഓൾ ഓർ ഇൻ പാർട്ട് അറ്റ് ദ ടൈം ബാർഡ് ഡെപ്റ്റ്. പ്രോമിസ് ചെയ്തിരിക്കണം ഈ പൈസ മുഴുവൻ, ടൈം ബാർഡ് ഡെപ്റ്റ് ആയിട്ടുള്ള തുക മുഴുവൻ അടയ്ക്കുകയും ചെയ്യണം. ഒരു ഉദാഹരണം, ഈ ബാലറ്റ് എന്ന് പറയുന്ന സിനിമയുടെ ക്ലൈമാക്സിൽ കലാഭവൻ വന്നിട്ട് പൈസ കൊടുക്കുന്ന ഒരു പരിപാടിയൊക്കെ ഇല്ലയോ, അതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ടൈം ബാർഡ് ഡെപ്റ്റ് എന്ന് പറയുന്നത്. അതായത് പണ്ടെപ്പോഴോ വാങ്ങിച്ചിട്ട് പോയിട്ട് 3 കൊല്ലം കഴിഞ്ഞിട്ട് പിന്നീട് തിരിച്ചു കൊണ്ട് തരികയാണ്. അതിനെയാണ് ടൈം ബാർഡ് ഡെപ്റ്റ് എന്ന് പറയുന്നത്. അത് അടയ്ക്കാമെന്ന് പറയുകയാണെങ്കിൽ അതെന്താണ്? കൺസിഡറേഷൻ ഇല്ലെങ്കിൽ പോലും കുഴപ്പമില്ല. കംപ്ലീറ്റഡ് ഗിഫ്റ്റ്. അപ്പോൾ ഇതിനെപ്പറ്റിയുള്ള എക്സ്പ്ലനേഷൻ പറഞ്ഞത് സെക്ഷൻ 25 എക്സ്പ്ലനേഷൻ 1 പറയുന്നത്. No effect valid of any gift actually made between the donor and the donee, but the promise for donation is not a gift and is invalid for the want of consideration. എന്തെങ്കിലും ഒരു ഗിഫ്റ്റുകൾ കൊടുക്കുകയാണെങ്കിൽ, കംപ്ലീറ്റഡ് ഗിഫ്റ്റ് കൊടുക്കുകയാണെങ്കിൽ അതൊരിക്കലും എന്താവത്തില്ല, ഒരു കൺസിഡറേഷൻ ഇല്ലെങ്കിലും കുഴപ്പമുള്ള കേസുകളല്ല. ഓക്കെ, അടുത്ത ഏജൻസി. There is one more exemptions to the rule no consideration, no contract. It is given section 185 which says that no consideration is need to create an agency. ഏജൻസി ക്രിയേറ്റ് ചെയ്യാനെ കൊണ്ട് എന്തിൻ്റെ ആവശ്യമില്ല? കൺസിഡറേഷൻ്റെ ആവശ്യകതകളില്ല. പിന്നെ പേഴ്സൺ ഈസ് അപ്പോയിൻറ്റഡ് ആസ് ആൻ ഏജന്റ്, ഹിസ് അപ്പോയിൻമെൻറ്റ് ഈസ് വാലിഡ് ഈവൻ ഇഫ് ദർ ഇസ് നോ കൺസിഡറേഷൻ ഫോർ അപ്പോയിൻമെൻറ്റിങ് ഹിം ഏജന്റ്. ഏജൻ്റായിട്ട് അദ്ദേഹത്തെ അപ്പോയിൻമെൻറ്റ് ചെയ്യാനെ കൊണ്ട് കൺസിഡറേഷൻ ഇല്ലെങ്കിൽ പോലും പ്രശ്നമുള്ള കേസുകളല്ല. അതാണ് ഗ്യാരണ്ടി. ഓക്കെ, എ കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി ഈസ് മെയ്ഡ് വിത്തൗട്ട് കൺസിഡറേഷൻ. കൺസിഡറേഷൻ ഇല്ലാതെ കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി നമുക്ക് എന്ത് ചെയ്യാം? എസ്റ്റാബ്ലിഷ് ചെയ്യാം. നോ കൺസിഡറേഷൻ ഈസ് ഗിവൺ ടു ഷുവർട്ടി ഈവൻ ദ കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി ഈസ് വാലിഡ്. ഈ ഗ്യാരണ്ടി എന്ന് വെച്ചാൽ ജാമ്യം നിൽക്കുകയാണോ? നമുക്ക് വല്ല കൺസിഡറേഷൻ കിട്ടിയിട്ടാണോ നമ്മൾ കൊണ്ട് ചെന്ന ഒരാളുടെ ലോണൊക്കെ ജാമ്യം നിൽക്കുന്നത്? അല്ല, നമ്മൾ അയാളോട് പരിചയമൊക്കെ ഉള്ളതുകൊണ്ടാണ്. അപ്പം കൺസിഡറേഷൻ്റെ ആവശ്യകതകൾ അവിടെ ഇല്ല. Remission. No consideration is required for an agreement to receive less than what is due. This is called remission in the law. ഓക്കെ, അതിനെപ്പറ്റി നമുക്ക് പഠിക്കാനൊക്കെ കൊണ്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കൺസിഡറേഷനുമായി ബന്ധപ്പെട്ട് പഠിക്കാനൊക്കെ കൊണ്ടുള്ളത്. അപ്പോൾ അടുത്ത വീഡിയോയുമായി നമുക്ക് കാണാം. ബൈ.